അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഹമി എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ഡൺഹാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം 430 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഒരു 4.5 മണിക്കൂർ കൊണ്ട് എത്താം, 5 മണിക്കൂർ. കാരണം മിക്കവാറും ഹൈവേ കൂടെ തന്നെയാണ് പോണത്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 37 ഡിഗ്രി രാവിലെ 10 മണിയായപ്പോഴേക്കും ആയിട്ടുണ്ട്. കാരണം നമ്മൾ സെയിം ഡെസേർട്ട് ഏരിയ കൂടെയാണ് പോണത്. ഈ ഷിങ്ഷാൻ റീജിയനിലെ ഗാപ്പി ഡെസേർട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ട്രക്കുകളാണ് കൂടുതൽ റോഡിലുള്ളത്. ഈ ട്രക്ക് അല്ല, ഇവിടുത്തെ ട്രക്കുകൾ 80% ഇപ്പോൾ CNG ആയിട്ടുണ്ട് കേട്ടോ, പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട്. ഇതാണ് ആ CNGയുടെ ടാങ്ക് ഇരിക്കുന്നത് കണ്ടോ, ആ ക്യാബിൻ്റെയും ട്രെയിലറിൻ്റെയും ഇടയ്ക്കായിട്ട് വലിയൊരു ടാങ്കില്ലേ. അപ്പോൾ പൊല്യൂഷൻ കുറവായിരിക്കും. ചൈന ഒരുപാട് കാര്യങ്ങൾ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരുപാട് വിൻഡ് മില്ലുകളൊക്കെ കണ്ടു. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പരിപാടികളുണ്ട്. പിന്നെ ഇവിടുത്തെ സ്കൂട്ടറുകളെല്ലാം, വലിയ മോട്ടോർ ബൈക്ക് ഒഴികെ ചെറിയ സ്കൂട്ടറുകളെല്ലാം ഇലക്ട്രിക്കായി. ആൾക്കാർ സൈക്കിളൊന്നും ഉപയോഗിക്കുന്ന കണ്ടില്ല കേട്ടോ. വെരി റയറായിട്ട് 1-2 സൈക്കിളുകളെ കണ്ടിട്ടുള്ളൂ. സൈക്കിളുകൾ ഒഴികെ ബാക്കിയെല്ലാം സ്കൂട്ടറുകളാണ്, ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് സിറ്റി കൂടെ എല്ലാം പോണത്. പിന്നെ ഈ ഡെസേർട്ടിൽ ഇവർ പ്ലാന്റ് ചെയ്ത് വെച്ച ട്രീകൾ മാത്രമേ ഉള്ളൂ. ആ അകലെ കാണുന്ന ട്രീകളെല്ലാം പ്ലാന്റ് ട്രക്കുകളുടെ നീണ്ട നിര തന്നെ വരണുണ്ടോ. ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. എല്ലാ ട്രക്കും ഹെവി ലോഡാണ്, എബവ് 40 ടൺ ആണ്. 40 ടൺ ട്രക്കാണെങ്കിലും അതിനകത്ത് ഒരു 60 കയറ്റിയിട്ടുണ്ടാവും. ഈ കാണാവുന്ന ട്രക്കിൻ്റെ മേലെ ഇവർ ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരു 2-3 കാറ് വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. സ്ട്രാപ്പൊക്കെ ചെയ്തിട്ടുണ്ടാവും, സെക്യൂറാണ്. ഈ ഗോബി ഡെസേർട്ടിൻ്റെ പല ഏരിയയിലും ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രക്കുകൾ, ചില ട്രക്കുകളുണ്ട് മോട്ടോർവേയുടെ അപ്പുറത്തെ കൂടെ പൊടി പറത്തി അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സർവീസ് റോഡ് എങ്ങാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് എൻ്റെ മോട്ടോർവേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും വണ്ടി ഫുള്ള് പൊടിയായിരിക്കും. നമ്മൾ മില്ലുകൾ ഇവിടെ മിക്കവാറും ഒന്നും ഓപ്പറേഷനിലല്ല, എന്നാലും കുറേയൊക്കെ ഉണ്ട്, കുറേയൊക്കെ കറങ്ങുന്നുണ്ട്. ചൈനയുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കുറേയൊക്കെ വിൻമില്ലിൽ നിന്ന്, റിന്യൂവബിൾ എനർജിയിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് സോളാർ പാനലുകളും ഉണ്ട്. ഈ വിൻമില്ലിൻ്റെ ഓരോ ലീഫുകളും എത്ര വലുതാണെന്ന് നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല. ജിങ്സാങ് പ്രോവിൻസിന്റെ ചെക്ക് പോയിന്റ് കടന്നു. അടുത്ത പ്രോവിൻസ്, വാട്ട് ഈസ് ദിസ് പ്രോവിൻസ്? സ്ട്രെയിറ്റ് ലൈനായിട്ട് റോഡ് കിടക്കുന്നുണ്ട്, കിലോമീറ്ററുകളോളം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ റോഡിന്റെ രീതി. So no restrictions to buy alcohol. Any supermarket can sell alcohol. Yeah, any shop. Any shop, yes.
Okay, and this province people, what is that? Xinjiang is a vegan people. Gansu is a Gan- big province with local Chinese Muslims. Okay, Chinese Muslims, yes. It's called a Hui people. Hui. Hui, H-I. Okay, Hui. So where is the Christian people lives in China? We don't have like a special area of that religion. Okay. Normally we say in the west part of China, there are bigger populations of Muslims. Yeah, okay. And you can find the Christian church everywhere in China. Okay. But they are very small. Very small church. Very small. Yeah. And any Hindus living? I don't think so. Okay. In China, we have Buddhism, Yeah. Muslim, Yeah. and Christian, and Taoism. Okay, yeah. So if we are crossing through Kazakhstan, we are running more this region, this province. Yeah. I see in Kazakhstan, China border is there is a mosque, lot of mosque. ഇപ്പം നമ്മൾ പോണത് ഗൻസു പ്രോവിൻസിൽ കൂടെയാണ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം ഒരു 60 കിലോമീറ്ററേ ഉള്ളൂ. കണ്ടോ ഇവരുടെ റോഡുകളുടെ ഒരു കൺസ്ട്രക്ഷനും രീതിയും ഒക്കെ നോക്കി. ഇത്ര ഹൈ ടെമ്പറേച്ചർ, ഇപ്പം എത്രയാണ് ടെമ്പറേച്ചർ? 37 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. കോൾഡ് ആവണ സമയം വിൻ്ററിൽ നല്ല കോൾഡും ആണ്. വെതറൊന്നല്ല റോഡിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രശ്നം, ക്വാളിറ്റി കൺസ്ട്രക്ഷനാണ്. സൈഡിലെ ഫെൻസിങ്ങും എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട്. പിന്നെ സർവീസ് റോഡ് ഉണ്ട് ആ സൈഡിൽ, കണ്ടോ സർവീസ് റോഡ് ഉണ്ട്. ഇവിടെ 2 ലൈൻ ടുവേർഡ്സ് അങ്ങോട്ടും 2 ലൈൻ ഇങ്ങോട്ടും. ഇവിടെ അധികം ട്രാഫിക് ഇല്ലാതെ നമ്മൾ ടിബറ്റിൻ്റെ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ഉച്ച നേരമാണ്, അതായത് ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. നല്ല വെയിലുള്ളതുകൊണ്ട് ഒരുപാട് പാസഞ്ചർ കാറുകളൊക്കെ ഈ സമയം ഒഴിവാക്കും. നമ്മളിപ്പോൾ ഒരു 3:30 ആകുമ്പോഴേക്കും നമ്മുടെ ഹോട്ടലിലെത്തും. പിന്നെ റെസ്റ്റ്, പിന്നെ ഈവനിങ് ഒന്ന് ആ സിറ്റി ഒന്ന് പോയി കാണണം. ആണ് ഇവരുടെ ഫ്ലൈ ഓവർ സിസ്റ്റം. നമ്മളൊരു എക്സിറ്റ് എടുത്താണ് ഇപ്പോൾ. ട്രീകൾ ഡെസേർട്ടിൽ വെക്കുന്ന ട്രീ ആണ്, ഗവൺമെൻറ് പ്ലാന്റ് ചെയ്തേക്കുന്നതാണ്. ഇതിനെ പോപ്പുലർ ട്രീ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഗ്രീനറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രീ അങ്ങനെ പ്ലാന്റ് ചെയ്യാറുണ്ട്. വില്ലേജുകളുടെയൊക്കെ അടുത്ത് ഒരുപാട് ട്രീ ഇങ്ങനെ വെക്കും, കണ്ട അവിടെയൊക്കെ ഫുൾ ആ ട്രീ വെച്ചേക്കുക. പിന്നെ ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്, സൺഫ്ലവർ, കോൺ, അതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊരു വില്ലേജാണ് പാസ് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വേറെ ഗ്രീനറി ആയിട്ട് കാണുന്നത്. ആൻറ്റി, റിവർ ആൻഡ് വാട്ടർ റിസർവോയർ ദിസ് സിറ്റി. River? Any river in this? Yeah, there's a river and there's a water reservoir. Poplar trees. ഇങ്ങനെ കൂട്ടത്തോടെ പ്ലാന്റ് ചെയ്ത് വയ്ക്കുക അടുത്തടുത്തായിട്ട്. കുറേ ഒരു വെട്ടിക്കളായിരിക്കും വലുതായി കഴിയുമ്പോൾ. കോൺ, ഇവിടെയൊക്കെ കൃഷി നടക്കുന്ന ഏരിയകളാട്ടോ, നല്ലോണം കൃഷികൾ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റി. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. നമ്മുടെ ഹോട്ടലിലേക്ക് റിവറിൻ്റെ സൈഡിലാന്ന് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ് റിവർ കോൾഡ്? താങ് റിവറിൻ്റെ. ഇവിടെ ഇങ്ങനെ ബൈക്ക് കൺവേർട്ട് ചെയ്ത ചെറിയ വണ്ടികൾ ഉണ്ടല്ലോ, അത് ഇതേപോലത്തെ റിക്ഷ പോലത്തെ ഒരുപാടുണ്ട്. അത് ഹൈവേയിലൊന്നും വരില്ല. ഇവർ ചെറിയ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്.
3 മണിയായുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തെത്തി. 430 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വണ്ടി നമ്മൾ ഹോട്ടലിൻ്റെ ബാക്കിലാണ് ഇട്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ 2 മീറ്റർ ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഹോട്ടൽ റൂം ഇവിടെ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ചെറിയ റൂമാണ്. പക്ഷേ ഒരു ട്വിൻ ഡബിൾ ബെഡ്. പിന്നെ ഇവിടെ റിവർ ഫേസിങ് വ്യൂ ഉണ്ട്. ഇതാണ് റിവർ. ഒരു റിവർ കണ്ടോ അവിടെയുണ്ട്. അപ്പം നമ്മൾ ഡൺഹാം എന്ന് പറഞ്ഞ സിറ്റിയിലെ നൈറ്റ് മാർക്കറ്റ് കാണാനായിട്ട് ടാക്സി എടുത്ത് പോവാം കേട്ടോ. ഇവിടെ സമയം ഇപ്പം 9 മണി ആവാറായിട്ടോ. ഇവിടുത്തെ സ്കൂട്ടറുകളെല്ലാം ഇലക്ട്രിക് ആയിട്ടോ. ആൾക്കാരെല്ലാം അതിലാണ്. അങ്ങനെ നമ്മളെ നൈറ്റ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറാൻ പോവാ. ഇവിടെ എല്ലാം ചൈനീസ് ലാൻറ്റേൺ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കാട്ടോ ഈ ഷോപ്പ്. ഇവിടെ സുവനീറുകളൊക്കെ മേടിക്കാൻ പറ്റും. നമുക്ക് ലാസ്റ്റ് 2 ദിവസത്തെ നൈറ്റ് ഔട്ട് മിസ്സായി. ഇത് ഡോങ്കി മീറ്റ് ഹാംബർഗറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ബീഫ് കേക്ക് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒനിയൻ ഇൻസൈഡ് വെച്ചിട്ട് കുറേ ഫുഡുകൾ ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ ഇതെല്ലാം. ഇത് ബാർബിക്യൂ ഫിഷ്, പിന്നെ റൊട്ടി, കുറേ ഡിഷസ് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫിഷാണ് ഇതെല്ലാം, ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഫിഷുകളാണ്. ഇത് ക്യാമൽ മീറ്റാണ്. ഇവിടെ ഒരു ക്യാമലിൻ്റെ ഒരു ടെഡി ബെയറിന് വെച്ച് പല സ്റ്റൈൽ ചൈനീസ് ഫുഡുകളാട്ടോ. ഇവിടുന്ന് ഈ സ്റ്റിക്ക് അടക്കം നമുക്കിങ്ങ് തരും. ഇവിടെ നിന്ന് നമ്മളെടുത്ത് കഴിച്ചാൽ മതി. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് സൂപ്പുകളുടെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത്. മിൽക്ക് ആയിട്ട് ഉണ്ടാക്കണ ഒരു മിൽക്ക് കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കണം. ഇവിടെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ഫുഡുകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ പിഗിൻ്റെ ഫീറ്റാണ് കണ്ടോ. ഈ പോർക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ ഇവിടെ കുക്ക് ചെയ്യണതെല്ലാം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ അവർ വീണ്ടും അതേപോലെ ഇപ്പോൾ ആൾ ചെയ്യുന്നുണ്ടോ അതേപോലെ ബാർബിക്യൂ പോലെ ഉണ്ടാക്കും ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഹെൽത്തിയാണ് ഈറ്റ് ചെയ്യാനായിട്ട്. ഇത് സെമി കുക്ക്ഡ് ആയിട്ടുള്ളൂ. ഇത് പിഗിൻ്റെ കുടലാണ്. ഇത് പാൻ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിഗിൻ്റെ കുടൽ കൊണ്ടുള്ള ഐറ്റംസാണ്. ഇതും കണ്ടോ, ഇത് അതിൻ്റെ സ്റ്റൊമക്കാണ്. ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കണ്ട നൈറ്റ് മാർക്കറ്റിനും ഒരു ഹെൽത്തി കുക്കിംഗ്. ആൻഡ് ഹീസ് വെയറിംഗ് ട്രഡീഷണൽ ഡ്രസ്, ചൈനീസ് ട്രഡീഷണൽ ഡ്രസ്. ഇവിടെയും സ്റ്റൊമക്ക് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ അരി ചോറ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നൂലുകൊണ്ട് കെട്ടിയിട്ടാണ്. ഇവിടെ പൂരി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നൂഡിൽസ് ഉണ്ട്. ഇതെല്ലാം മറ്റേ നമ്മുടെ പേടിഎം മാതിരി അലിപേ വെച്ച് നമുക്ക് പേ ചെയ്യാം കേട്ടോ. എല്ലായിടത്തും നമുക്ക് അലിപേ അല്ലെങ്കിൽ വീചാറ്റ് വെച്ച് പേ ചെയ്യാം.
ഇതെല്ലാം നമുക്ക് കുക്ക് ചെയ്ത് തരാം. അതേമാതിരി പാനിൽ风吹动着松涛，吹响着风铃声如天籁，站在这城市，蝴蝶自由穿行在今夜，看那晚霞盛开在天边，对就像是飞鸟，谁画出这画下我和你，让我们的世界绚丽多彩。谁让我们在占有？蝴蝶自由穿行在金河上，想象你。ജ്വല്ലറി ആട്ടോ അത്. ഇപ്പോഴും ഓപ്പണാണ്, നമുക്ക് കയറാൻ വേണമെങ്കിൽ. ഇതാണ് നൈറ്റ് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ ടോപ്പ് ഫ്ലോറിൽ നിന്ന്. അവിടെ ജോബി ഗൈഡും നിൽക്കുന്നുണ്ട്. അവരിങ്ങോട്ട് കയറി വന്നില്ല. അതാ ജോബിയും ഗൈഡും. ഇതാണ് നൈറ്റ് മാർക്കറ്റിൻ്റെ മറ്റൊരു വ്യൂ. അപ്പുറത്തെ എൻട്രൻസ് എന്ന് പറയണത്. നമ്മൾ ടാക്സിയിൽ ഇവിടെ വന്നാണ് ഇറങ്ങിയത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 5 യുവാനാണ് വന്നത് ഇവിടം വരെ വരാനായിട്ട്. അതായത് ഏകദേശം ഒരു 50 pence. ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ വിൽക്കാനുള്ള ഒരു സ്ഥലത്ത് അത് തന്നെയായിരിക്കും. ഇത് മുത്തുകൾ വിൽക്കുന്ന ഒരു കടയാണ്. ഇങ്ങനെ അവർ കോർത്ത് തരും നമ്മളിഷ്ടമുള്ള എടുത്തോടെ. ചെറിയ ടോയ്സ്, എല്ലാ ടോയ്സും ഉണ്ട് പിള്ളേരുടെ. എല്ലാ തരം ടോയ്സ് വെച്ചിട്ട് ആട്ടുന്ന സാധനം. ഈ സൈഡ് മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ, പലതരം. എനിക്കറിയില്ല അധികം ഫ്രൂട്ട്സിൻ്റെ പേരൊന്നും. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ജ്വല്ലറികൾ. ഇതെന്തോ ഒരു സ്റ്റോൺ. ഓക്കെ, apricot tea. Yes, okay. അവർ അതിൽ ഒരു ബെല്ലടിക്കും. ചൈനീസ് പച്ചമരുന്നുകളാട്ടോ, ആണുങ്ങൾക്ക് ശക്തി കൂട്ടാനുള്ളതെന്ന് പറഞ്ഞ്. ഇത് പൗഡറാക്കിയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്സ് ഉണ്ട്. ബാഗിൻ്റെ ഷോപ്പാണ്. നമ്മളെ ഈ കോസ്റ്റ്യൂം ഇടിച്ച് ഫോട്ടോ എടുപ്പിക്കും. പെണ്ണുങ്ങളാണെങ്കിൽ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇവിടെ ചൈനീസ് ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. യെസ്,
ഓക്കെ, വെരി ഗുഡ് ഗുഡ്. ഫോട്ടോഗ്രാഫി ഷോപ്പിൽ ഫോട്ടോ എടുക്കണതിന് ആ കാണിച്ച ഈ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കണതിന് 400 യുവാൻ ടു 600 യുവാൻ വരും. ഏകദേശം 40 മുതൽ 60 പൗണ്ട് വരെ. ചൈനീസ് ലാൻഡേൺസ് ഇത് ഇലക്ട്രിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം ഗവൺമെൻറ് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് വരയ്ക്കുന്നുണ്ടോ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്യണമെന്നൊക്കെ. ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കണ ആർട്ട് വർക്കുകളാണ്. ആളുടെ വര എങ്ങനെയാന്ന് നോക്കി. ഒരു ഫോട്ടോയിൽ ഒരു ലെൻസ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് വെച്ചിട്ട് ആണ് ഈ വര മുഴുക്കം വരയ്ക്കുന്നത്. ഇവരുടെയൊക്കെ കഴിവ് എന്താന്ന് നോക്കും. ഇവിടെ മിക്കവാറും 98% ലോക്കൽ ടൂറിസ്റ്റുകളാണ് കേട്ടോ. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ടൂറിസ്റ്റുകൾ തന്നെ. അവർ വേറെ പ്രോവിൻസുകളിൽ നിന്ന് വരുന്നത്, കാറിലും ഫ്ലൈറ്റിലും ഒക്കെ ആയിട്ട്. ഇവിടെ എന്നും ഒരു പെരുന്നാളിൻ്റെ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ചൈനീസ് ഗവൺമെൻറ്, ഞാനിപ്പോൾ ഇത്രയും ദിവസം യാത്ര ചെയ്തതിൽ ചൈനീസ് ഗവൺമെൻറ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ടൂറിസം. ഇത് ക്രാഫ്റ്റ് വർക്ക്സാണ്. ഈ സ്റ്റോൺ ഉണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ പോളിഷ് ചെയ്ത് തരും. അല്ല, അതാളാണ് അവിടെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോളിഷ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ഇതേമാതിരി അതിനകത്ത് ഓരോ ശില്പകലകൾ ചെയ്തു തരും. പിന്നെ ഇതേപോലെ മാല, അങ്ങനെ മാലകൾ, വളകൾ ഒക്കെ ഉണ്ടാക്കി തരും. എല്ലാം ഈ കല്ലുകൊണ്ട് തന്നെ ചെയ്തു തരും. സിഗരറ്റുകളുടെ ഒരു ഷോപ്പാണ്. ഇത് ഡൺഹം ഹോസ്പിറ്റാലിറ്റി സ്വീറ്റ് ആൻഡ് ബീഫ് ഒക്കെ. ഡൺഹം ഹോസ്പിറ്റാലിറ്റി ഡിഷസ്. ഇവിടെ പ്രോൺസ്, ഈ കുടലിൽ ചോറ് നിറച്ചിട്ട് അത് വേവിച്ച് വെച്ചേക്കണതാണ് ഈ സാധനം. ഇത് ബോട്ടി കേട്ടോ, നമ്മുടെ എന്താ ബോട്ടിങ്ങനെ ഇത് പുഴുങ്ങണ സ്ഥലം. അങ്ങനെയാ കുക്ക് ചെയ്യണേ. പല ഡിഷുകളിലും ഓരോന്ന് കുക്ക് ചെയ്യുന്നുണ്ട്.
ഇവരൊക്കെ ഫുഡ് മേടിക്കാൻ ക്യൂ നിൽക്കണതാട്ടോ, പൈസ പേ ചെയ്തിട്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ തിരക്കൊന്നും നോക്കിയേ. അത് ഈ പിള്ളേരുടെ ഒരു ഫാൻസി ഫുഡാന്ന് തോന്നുന്നു. ഇവിടുത്തെ സ്ട്രീറ്റുകൾ വെരി ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാം. ചൈനീസ് ലാൻഡേണൊക്കെ എല്ലാ ട്രീകളും ഇട്ടിട്ട്. ഇതൊക്കെ ഇവിടുത്തെ സർക്കാർ ചെയ്യണമെന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. നമ്മളിപ്പോൾ ടാക്സിയിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ഹോട്ടലിലേക്ക്. ഇവിടെ ടാക്സികൾ മിക്കവാറും CNG ആട്ടോ. അത് ഈ ഫ്രണ്ടിൽ പോണ ടാക്സിയെല്ലാം CNG. മിക്കവാറും ഇതും CNG ആയിരിക്കും. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള തങ് എന്ന് പറയുന്ന റിവർ. ആ റിവർ എന്ത് മനോഹരമായിട്ട് അവർ കെട്ടി അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ലൈറ്റ് വെച്ച് നിൽക്കണമെന്നൊക്കെ. വലിയ നീരൊഴുക്കൊന്നും ഇല്ലാത്ത ഒരു റിവറാണ്. നമ്മുടെ ഭാരതപ്പുഴയൊക്കെ പോലെ അങ്ങനെ പതുക്കെ ഒഴുകുന്ന ഒരു റിവറാണ്. ആ റിവറിൻ്റെ അങ്ങേ അറ്റത്ത് കണ്ടോ ചൈനീസ് ട്രഡീഷണൽ ബിൽഡിങ്ങുകൾ പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണത്. അവിടെ ഒരു തടയണ പോലെ വെച്ചിട്ടുണ്ട്. അത് മിക്കവാറും കോൺക്രീറ്റ് ബ്ലൂ പെയിൻറ്റ് ചെയ്തായിരിക്കും. എന്നിട്ടാണ് ഈ റിവർ അതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ ചെറിയ സ്ട്രീം പോലെ ചാടിച്ചിട്ടാണ് ഇങ്ങനെ താഴേക്ക് പോണത്. പിന്നെ അതിൻ്റെ മേലെ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആൾക്കാർ പകൽ മുഴുവൻ അകത്തിരിക്കുന്നു തോന്നുന്നു, കാരണം ഭയങ്കര ചൂടായതുകൊണ്ട്. ഇവിടെ ഒരു 37 ഡിഗ്രിയൊക്കെ വരും. ഈ ട്രീസ് കണ്ടോ, ഇത് ഇവർ മരുഭൂമിയിൽ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഡെസേർട്ട് ഏരിയയിൽ. ഇത് നനയ്ക്കണം, എന്നാലും ഇത് നിന്നോളും. ഇതിനെ പറയുന്നത് പോപ്പുലർ ട്രീ എന്നാണ്. ഇത് നിന്നോളും. ഇത് ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട്. ഇതൊരു ഡെസേർട്ട് ഏരിയയാണ്. ഈ റിവറിൻ്റെ പേര് തങ് റിവർ എന്നാണ്. അവിടെ നമ്മുടെ ദുബായിലെ ഹോട്ടലില്ലേ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം, ഒരു ഷേപ്പ്. ജോബി അങ്ങോട്ട് നടന്നു പോയിട്ട്. ഇവിടെ ആമ്പലൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇത് ആമ്പലല്ലടാ, താമരയാണ്. താമര, ലോട്ടസ്. ഈ റിവറിൻ്റെ നടുക്കൂടെ ചെറിയ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോകണ്ടേ. ജോബിയാണ് ഫ്രണ്ടിൽ നടന്നു പോകണേ. അവിടെ ആൾക്കാർ ഇങ്ങനെ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. ഇത് അധികം ആഴമില്ല എന്ന് തോന്നുന്നു കേട്ടോ, പറയാൻ പറ്റില്ല. വീണ് കഴിഞ്ഞാൽ അറിയാം ആഴമുണ്ടോയെന്ന്. ഇങ്ങനത്തെ സ്റ്റോൺസാണ് വെച്ചേക്കണേ. അതിൽ കൂടെ ചാടി പോവാം. ഇപ്പം നമ്മൾ ഏതായാലും അതിലേ പോണില്ല. അങ്ങനെ 3 സ്റ്റെപ്പ് നടക്കാം. ഞാൻ ഈ സ്റ്റെപ്പിക്കൂടെ ഇങ്ങനെ നടന്ന് പോവാം. എന്തെങ്കിലും ചലഞ്ച് ഉണ്ടോയെന്ന് അറിയാം. വീണാൽ ക്യാമറയും പോവും, എല്ലാം പോവും. കണ്ട ലൈറ്റ് ഇട്ട് വെച്ചേക്കണുണ്ട്. ഇവിടെ പിള്ളേർ മീനെ പിടിച്ചേക്കണുണ്ടോ? പിടിച്ചു വെച്ചേക്കണ മീനെ കണ്ടോ? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മീനുണ്ട്. ഈ ലൈറ്റ് കാണുന്ന സ്ഥലം മുഴുവൻ നമുക്ക് നടപ്പാതെയാണ്. നല്ല കുളിർക്കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ നടക്കാം. ഒരു ചൂടൊന്നും ഇല്ല കേട്ടോ. ഈ വെള്ളത്തിൽ കൂടെ പുഴയിൽ കൂടെ നടക്കണോണ്ട് നടക്കാം. മേലെ നടക്കാൻ പറ്റില്ല. മേലെ കുറച്ചും കൂടി ഡീപ്പാന്ന് തോന്നുന്നു. ഇവിടെ താഴെ കൂടെ ഇങ്ങനെ നടക്കാം. ഇതാണ് നമ്മൾ മരുഭൂമി കൂടെ പോന്നപ്പോൾ കണ്ട പച്ചപ്പ്. പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ ഇവർ വെക്കണതാണ് ഈ ട്രീ. ഇതിനെ പോപ്പുലർ ട്രീ എന്നാണ് പറയണത്. ഇത് വിൻ്ററിലും പൂവില്ല. ഇവിടെ അതിശൈത്യമാണ്. വിൻ്റർ ഭയങ്കര കനത്തതായിരിക്കും. അപ്പോൾ വിൻ്ററിലും പൂവില്ല. പക്ഷേ സമ്മറിൽ കുറച്ച് നന മതി. ചെറിയ നന കൊണ്ട് ഇത് നിന്നോളും. പക്ഷേ ഈ ട്രീ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇതുമേ ഒരു കുത്തി വരയ്ക്കലോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം സർക്കാർ വെച്ച പോലെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു വക വാൻഡലിസോ ഗ്രാഫിറ്റിയോ ഒന്നും കണ്ടില്ല. പോസ്റ്ററുകളോ സിനിമ പോസ്റ്ററോ ഒന്നും കണ്ടില്ല. എല്ലാം വളരെ ഡീസൻ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു നിഷ്കർഷ പോലെ തന്നെ കാര്യങ്ങളുണ്ട്. ഇതൊരു EV8 എന്ന് പറയുന്ന ഒരു കാറാണ്. പക്ഷേ അത് പെട്രോളാണെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടിട്ട്. നമ്പർ പ്ലേറ്റ് ഗ്രീനല്ല കണ്ടോ. ഇതൊരു സ്കൂട്ടറിൻ്റെ പോലത്തെ ഹാൻഡിലാണ് അകത്ത്. ഫ്രണ്ടിൽ ഒരാൾക്കിരിക്കാം.
രണ്ട് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം, പക്ഷെ ഒരാൾക്ക് ഇരിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ബാക്കിൽ 2 പേർക്ക് ഇരിക്കാം. ഒരു വൈപ്പറൊക്കെ ഉണ്ട്, 2 ഹെഡ്ലൈറ്റ് ഉണ്ട്, ഫ്രണ്ടിലൊരു വീലുള്ളൂ, പക്ഷെ ഒരു കാറിൻ്റെ പോലെ തോന്നണ ഒരു കാറ്.